ഒന്ന് കാണിച്ചു തരുമോ ഡോക്ടർ? മാസ്കിൽ ഇപ്പൊ നമുക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മാസ്ക് ഇപ്പൊ ഇതിൽ N95 മാസ്ക് ആണ്. ഈ N95 മാസ്കിന്റെ ഔട്ടർ പോർഷൻ എന്ന് പറയുന്നത്. വെൽക്കം ടു മൈ വ്ളോഗ്. ഐ എം സിദ്ധാർത്ഥ്. ഗൈസ്, ഇന്ന് നമ്മളോടെ ഉള്ളത് ഡോക്ടർ മുഹമ്മദ് ഈശാനാണ്. ആള് നമുക്ക് ഒരു ഇന്റർവ്യൂ ഇന്ന് തരാമെന്ന് പറഞ്ഞിരുന്നു. മീൻസ് ഞങ്ങൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതാണ്. ഒരു അപ്പോയിൻമെന്റ് ഇന്ന് നമുക്ക് കിട്ടി. ആക്ച്വലി ഇത് ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാമാരി COVID-19 എന്ന് പറയുന്ന ഈ ഒരു വലിയ പാൻഡമിക്കിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഡോക്ടർ നമ്മളോട് ഇന്നുണ്ട്. ഞാൻ ഡോക്ടറെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഡോക്ടർ ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലിൽ ഒരു 1 year ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് നേരത്തെ തന്നെ അറിയാം, ഞങ്ങൾ തമ്മിലൊരു നല്ല സൗഹൃദ ബന്ധമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ മാത്രമാണ് ഡോക്ടർ എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നത്. അപ്പോൾ നമുക്ക് നേരെ ഡോക്ടറിലേക്ക് പോവാം. വെൽക്കം ഡോക്ടർ. ഹായ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡോക്ടറെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ നമ്മുടെ പ്രശ്നത്തിന് വേണ്ടി? ഓക്കെ, ഞാൻ ഡോക്ടർ മുഹമ്മദ് ഇഷാൻ. എൻ്റെ സ്വദേശം ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി തൃക്കൊടുത്താനം പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ സിദ്ധാർത്ഥമായിട്ട് എനിക്ക് വർഷങ്ങളുടെ പരിചയമുണ്ട്. ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അറിയാവുന്ന പോലെ കോവിഡ് ഹോസ്പിറ്റലാണ്. അപ്പോൾ കോവിഡ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ വന്നപ്പോൾ സിദ്ധാർത്ഥ എന്നോടൊന്ന് റിക്വസ്റ്റ് ചെയ്തു, ഇങ്ങനെ ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക് അല്ലേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പലർക്കും ഇപ്പോഴും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എന്നാൽ കഴിയുന്ന വിധം ക്ലാരിഫിക്കേഷൻസ് തരാം എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയുള്ള ഒരു കാഷ്വൽ ടോക്ക്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ 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 ഇത് നമ്മൾ നോർമൽ കാണുന്ന ഒരു ഇന്റർവ്യൂ സംഭവം, ജസ്റ്റ് കാഷ്വൽ ടോക്കാണ്. ഈ COVID-19 കുറിച്ച് കുറേ സംശയങ്ങൾ ഇപ്പോഴും ചെറുപ്പക്കാരുടെ അടക്കമുണ്ട്, വലിയവരിൽ പ്രത്യേകിച്ചും. കാരണം വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു അവബോധം ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഉള്ള ഒരു ഷോയാണ്, ടോക്ക് ഷോ എന്ന് പറയാം ആണ് ഇത് ആക്ച്വലി. അപ്പോൾ ഡോക്ടർ ഇന്ന് നമ്മുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഡോക്ടർ, ഞാൻ ആദ്യം തന്നെ ചോദിച്ചോട്ടെ, ഈ COVID-19 എന്ന മഹാമാരി കേരളത്തിലേക്ക് പുറപ്പെട്ടു വന്നല്ലോ. അതിൻ്റെ ഉത്ഭവം എവിടുന്ന്? ചൈനയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടർ എന്താ പറയുന്നത്? അവിടെ നിന്നുള്ള അവർ പടച്ചു വിട്ടതാണെന്ന് പോലും പലരും പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടർ എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഇതിനു മുമ്പും നമുക്കിടയിൽ ഉണ്ടായിട്ടുള്ള പല അസുഖങ്ങൾ, ഇപ്പം ആന്ത്രാക്സ്, സാഴ്സ്, നിപ്പ ഇതുപോലുള്ള പല രോഗങ്ങൾ വന്നപ്പോഴും ഇതുപോലുള്ള കോൺസ്പിറസി തിയറീസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ പറ്റി ഡിസ്കസ് ചെയ്ത് ആരെങ്കിലും കോർണർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഈ വന്നൊരു സിറ്റുവേഷനെ എങ്ങനെ നമ്മൾ ബോൾഡായിട്ട് ഫേസ് ചെയ്ത് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാവുന്നതാണ്. നമ്മൾ ആസ് ആൻ ഹെൽത്ത് കെയർ വർക്കർ ഞങ്ങളൊക്കെ അത് ചിന്തിച്ചിട്ടുള്ളൂ. വന്നു, ഇനിയിപ്പം നമ്മൾ അതിൻ്റെ ബേസ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം, അതൊരു മാൻമെയ്ഡ് കലാമിറ്റി ആണോ അല്ലെങ്കിൽ ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു മനഃപൂർവ്വം ആരെങ്കിലും ചെയ്തതാണോ എന്നുള്ളതിനെ പറ്റി അന്വേഷിക്കാതെ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം, എങ്ങനെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാം, അതിനെപ്പറ്റിയാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ ഉൾപ്പെടുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരും നഴ്സുമാരും എല്ലാവരും രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു പരിധിവരെ, കാരണം ഇന്ത്യ പോലൊരു പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രി മൊത്തത്തിൽ നശിക്കാൻ തക്കവണ്ണം ശക്തമായിട്ടുള്ളൊരു വൈറസാണ്. ഒരു പരിധിവരെ ഇപ്പം നമ്മൾ കരകയറിക്കൊണ്ടിരിക്കുന്നു. 100% നമ്മൾ റിക്കവർ ആയിട്ടില്ലെങ്കിൽ പോലും ഒരു പരിധിവരെ അതിനെ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എല്ലാവരുടെയും ഹെൽത്ത് കെയർ വർക്കേഴ്സ് മാത്രമല്ല, ഫ്രണ്ട് ലൈൻ വർക്കേഴ്സും അതുപോലെ സാധാരണ ജനങ്ങളുടെയും സഹകരണം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഒരു പരിധിവരെയെങ്കിലും നമ്മൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഉത്ഭവത്തെ പറ്റി പല ചർച്ചകളും ആദ്യം തൊട്ടേ ഉണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നമ്മളാൽ കഴിയുന്ന എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് സത്യം ഡിസ്കസ് ചെയ്യും. പിന്നെ ഡോക്ടർ, ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിൽ കോവിഡ് പടർന്ന് പിടിച്ചതിന് ശേഷം നമ്മുടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. അത് എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു കേരളത്തിലെ ലോക്ക്ഡൗൺ? പല രാജ്യങ്ങളിൽ ലോക്ക്ഡൗൺ നടന്നു. എനിക്ക് തോന്നുന്നു അവരെല്ലാം ഇപ്പോൾ നോർമൽ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ കേരളം എന്ന ഈ നമ്മുടെ സംസ്ഥാനം ഇതുവരെ ഒരു നോർമൽ ലൈഫിലേക്ക് വന്നിട്ടില്ല. അതിനുള്ള റീസൺ എന്താണ് ഡോക്ടർ? ഇത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. കാരണം കേരളത്തിനെ മാത്രമായിട്ടല്ല, ഇന്ത്യ ആസ് എ ഹോളാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം കേരളത്തിൻ്റെ സംസ്ഥാനത്ത് നമുക്ക് കോവിഡ് കേസുകൾ ദിനംപ്രതി അറിയാം എത്രത്തോളം വരുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുക കൂടി ചെയ്യുക. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലും അതുപോലെ നോർത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും ഒക്കെ എത്ര കോവിഡ് കേസുകളാണ്. അവിടുത്തെ അവസ്ഥ നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പരിതാപകരമാണ്. അപ്പോൾ ലോക്ക്ഡൗൺ ആസ് എ ഹോൾ സക്സസ്ഫുൾ ആയോ എന്ന് ചോദിച്ചാൽ 100% സക്സസ്ഫുൾ ആയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 2020 മാർച്ചിൽ ഫസ്റ്റ് നേഷൻ വൈഡ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുമ്പോൾ തൊട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെൽ പ്രിപ്പയർഡ് ആവാതെ ഉള്ളൊരു ലോക്ക്ഡൗൺ ഡിക്ലറേഷൻ ആയിരുന്നു അതിൻ്റെ പ്രധാന പ്രശ്നം. ഇപ്പം മറ്റു രാജ്യങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഉദാഹരണമായിട്ട് പറയാനാണെങ്കിൽ ചൈനയുടെ കാര്യം എടുത്ത് നോക്കാം. ചൈനയിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു,
ലോക്ക്ഡൗൺ 100% എഫക്റ്റീവ് ആയിരുന്നു അവിടെ. കാരണം ചൈന പോലെ രാജ്യം എന്ന് പറയുമ്പോൾ അതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഇതിപ്പോൾ രാഷ്ട്രീയവൽക്കരിക്കുകയല്ല, പക്ഷെ എന്നാലും അവിടുത്തെ ആൾക്കാർ അവിടുത്തെ സർക്കാർ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു ജനതയാണ്. നമ്മൾ ഒരു നിയമം പുതുതായി വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ എവിടെ അതിൻ്റെ ലൂപ്പ് ഹോൾ ഉണ്ടെന്ന് കണ്ടെത്താൻ വ്യഗ്രത കാണിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അപ്പം ഈ ലോക്ക്ഡൗൺ 100% എഫക്റ്റീവായി നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു പരിധി വരെ എഫക്റ്റീവാണ്. എസ്പെഷ്യലി രണ്ടാം ലോക്ക്ഡൗൺ, അതായത് ഈ 2021 ഏപ്രിൽ മെയ് ജൂൺ ആ സമയത്ത് നമ്മുടെ കേരള സർക്കാർ ഏർപ്പെടുത്തിയ രണ്ടാം ലോക്ക്ഡൗൺ ആദ്യത്തെ നേഷൻ വൈഡ് ലോക്ക്ഡൗണിനെ അപേക്ഷിച്ച് സക്സസ്ഫുൾ ആയി എന്ന് തന്നെ പറയാം. കാരണം ജനങ്ങൾ ഒരുപാട് സഹകരിച്ചു. ആദ്യത്തെ ലോക്ക്ഡൗണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ ലോക്ക്ഡൗണിനോട് ജനങ്ങൾ ഒരുപാട് സഹകരിച്ചു. അത് നമുക്ക് നേരിട്ട് ബോധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു 30,000-40,000 വരെ ഡെയിലി കേസുകൾ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 10,000 ആ ഒരു റേഞ്ചിലെങ്കിലും കൊണ്ടുവരാൻ സാധിച്ചത് ആ ഒരു ലോക്ക്ഡൗണിൻ്റെ സക്സസ് ആയിട്ട് തന്നെ പറയണം. അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട നമ്മുടെ പോലീസുകാർ, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, അതുപോലെ സാധാരണ ആൾക്കാർ, ഒരുപാട് വോളണ്ടിയേഴ്സും കാര്യങ്ങളൊക്കെ അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ ജനങ്ങൾ അവരും സഹകരിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഇത് സക്സസ്ഫുൾ ആയത്. അപ്പോൾ അത് എല്ലാവരുടെയും കൂടെ ഒരു ഒത്തൊരുമയുടെ ഒരു ഭാഗമായിട്ട് കിട്ടിയൊരു റിസൾട്ടാണ് നമുക്ക്. പിന്നെ ഡോക്ടർ ഞാൻ ചോദിച്ചോട്ടെ, നമുക്കിപ്പം ഇവിടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നെങ്കിലും നമ്മുടെ വീട്ടിലൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ തന്നെ വെളിയിൽ പോകണം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്കിപ്പോൾ കുറച്ച് ഗ്രോസറി മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാനോ എൻ്റെ വീട്ടിലുള്ള മറ്റാരെങ്കിലും പോകണം. അതുപോലെ തന്നെ ഡോക്ടറുടെ വീട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഡോക്ടറുടെ വീട്ടിൽ ആരെങ്കിലും പോകണം. ഇതിനുള്ള ഒരു സിസ്റ്റം ഒന്നും ആക്ച്വലി ഗവൺമെൻറ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈ ഫുള്ളി ഒരു ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിന് കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ. അതല്ലാതെ നമ്മളിപ്പോൾ ഉള്ള ജനങ്ങൾ തന്നെ വെളിയിൽ പോയിട്ട് അവരവൻ്റെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ജനങ്ങൾ വെളിയിൽ പോകുമ്പോൾ അത് എത്രമാത്രം എഫക്റ്റീവായിട്ട് ആ ലോക്ക്ഡൗൺ നമുക്ക് കാണാൻ പറ്റും? ഇപ്പോൾ ഇതൊക്കെ ഈ ഒരു പ്ലാനിങ്ങിൻ്റെ ചെറിയ പ്രശ്നങ്ങളാണ്. അതായത് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോക്ക്ഡൗൺ, അതായത് ശനി ഞായർ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ, അല്ലാത്ത ദിവസങ്ങളിൽ ഇളവോടുകൂടിയ ലോക്ക്ഡൗണുകൾ നടക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങൾ വർക്കിങ്ങും ചൊവ്വ വ്യാഴം പോലുള്ള ദിവസങ്ങൾ ഓഫായും. അപ്പോൾ കടകളും കാര്യങ്ങളൊക്കെ ഈ 3 ദിവസങ്ങൾ പ്രവർത്തിക്കുകയാണ്. പക്ഷെ അത് ഇന്നത്തെ പത്രത്തിലും കൂടെ ഞാൻ കണ്ടു, അതൊരു പക്ഷേ ഒരു തെറ്റായ ഒരു തീരുമാനമാണെന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ദിവസങ്ങൾ മാത്രം പ്രവർത്തിക്കുമ്പോൾ ആൾക്കാർ ഈ 3 ദിവസങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്ത് പുറത്തിറങ്ങുന്നു. അപ്പം തിങ്കളാഴ്ച വൻ തിരക്ക് അനുഭവപ്പെടുന്നു, ചൊവ്വാഴ്ച ഒരു പ്രശ്നമില്ല, ബുധനാഴ്ച വീണ്ടും വൻ തിരക്ക് അനുഭവപ്പെടുന്നു, വ്യാഴാഴ്ച പ്രശ്നമില്ല, വെള്ളിയാഴ്ച വീണ്ടും വൻ. അപ്പോൾ ഈ ഒരു 3 ദിവസം മാത്രം ഇങ്ങനെ ഒരു എന്താ പറയുക ഇളവ് ചെയ്തത് കൊണ്ട് കാര്യമില്ല. നേരെ മറിച്ച് 5 ദിവസവും ഓപ്പൺ ആക്കി നിശ്ചിത സമയം കൊടുത്തു കഴിഞ്ഞാൽ ഈ തിരക്ക് ഷെയർ ചെയ്ത് പോകും. ഈ റഷ് എന്ന് പറയുന്ന ആ റഷ് കുറയ്ക്കാൻ നമുക്ക് ഒരു പരിധി വരെ സാധിക്കും. ഇപ്പോൾ ഒരു ഫോൺ ഒരാൾക്ക്, ഇപ്പം എൻ്റെ ഒരു ഫോൺ കേടായെന്ന് വെക്കുക, ഞാൻ തിങ്കളാഴ്ച പോയി അത് ശരിയാക്കാൻ, അവിടെ വൻ തിരക്ക് അനുഭവപ്പെട്ടു. ഞാനപ്പോൾ ചിന്തിക്കുന്നത് ഓക്കെ ഇന്ന് നടന്നില്ലെങ്കിൽ ഇനി ബുധനാഴ്ച നടക്കുകയുള്ളൂ, മറ്റൊരു ദിവസം കൂടെ എനിക്ക് ഫോണില്ലാത്ത ഒരു ദിവസം എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ തിരക്കിനെ അവഗണിച്ചുകൊണ്ട് അതിനിടയിലേക്ക് നമ്മൾ ഇറങ്ങി പോവുകയാണ്. നമ്മൾ സ്വയം റിസ്ക് ചെയ്ത് അതിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്ലാനിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ ഇപ്പം നമുക്ക് ഈ സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങളാണെങ്കിലും കടകൾക്കൊക്കെ സമയം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ പോകണം എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ആ അനുവദിച്ചിരിക്കുന്ന സമയത്ത് മാക്സിമം പോകാൻ ശ്രമിക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. മാക്സിമം ഗ്രൂപ്പിംഗ് ഒഴിവാക്കി ചെയ്യുക. ഇപ്പോൾ ഡോക്ടർ ഞാനും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാക്സിനുകളെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ ഇത് മഹാമാരി പിടിച്ചു കഴിഞ്ഞിട്ട് കുറേയേറെ വാക്സിൻസ്, ഇപ്പോൾ കോവാക്സിൻ, കോവിഷീൽഡ്, അങ്ങനെയുള്ള കുറേ ടൈപ്പ് ഓഫ് വാക്സിൻസ് ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ ഡോക്ടർ? വാക്സിൻ ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് 2 വാക്സിനാണ്. ഒന്ന് കോവിഷീൽഡ്, ആസ്ട്രൻസെ കമ്പനിയുടേത്, അത് ഇംഗ്ലണ്ട് ഓക്സ്ഫോർഡ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ വാക്സിനാണ്. 2 കോവാക്സിൻ, അത് നമ്മുടെ ഭാരത് ബയോടെക്, നമ്മുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് മാനുഫാക്ചർ ചെയ്യുന്ന വാക്സിനാണ്. ഇത് 2 എണ്ണമാണ് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ. പിന്നെ റഷ്യയുടെ സ്പുട്നിക് വാക്സിൻ ജൂണിൽ ഓൾമോസ്റ്റ് ട്രയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഉടനെ തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇന്ററപ്റ്റ് ചെയ്യട്ടെ ഡോക്ടർ. അപ്പോൾ നമുക്ക് ഡോക്ടർ പറഞ്ഞ ഈ സ്പുട്നിക് ഇങ്ങനെ മറ്റ് രാജ്യങ്ങളിൽ യൂസ് ചെയ്യുന്ന വാക്സിൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാണ്. അതെ. അപ്പൊ ഇപ്പൊ നിലവിൽ നമുക്ക് കോവാക്സിനും കോവിഷീൽഡും മാത്രമേ ഉള്ളൂ. ഇപ്പൊ കോവിഷീൽഡും കോവാക്സിനും ഇനി വരാൻ പോകുന്ന വാക്സിനെ കുറിച്ച് വരാൻ പോകുന്നതാണോ സ്പുട്നിക് ഓൾമോസ്റ്റ് നമുക്ക് ജൂണിൽ നമുക്ക് കിട്ടി തുടങ്ങും എന്നായിരുന്നു നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല. പ്രോബബ്ലി ജൂലൈയിൽ തന്നെ സ്റ്റാർട്ട് ആവും. പിന്നെ അതുപോലെ തന്നെ
ഫൈസർ വാക്സിൻ വേൾഡ് വൈഡ് പല രാജ്യങ്ങളിലും സക്സസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്സിനാണ്. ശരി. അതുപോലെ മൊഡേണ എന്ന് പറഞ്ഞ വാക്സിൻ US നിർമ്മിതമായിട്ടുള്ള ഒരു വാക്സിനാണ്. ഓക്കെ. ഇതൊക്കെ ഭാവിയിൽ ഇന്ത്യയിലേക്ക് അവൈലബിൾ ആവും. പക്ഷെ നിലവിൽ ഇപ്പോൾ കോവിഷീൽഡ്, കോവാക്സിൻ ഈ രണ്ട് മെയിൻ സ്ട്രീം വാക്സിൻസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഗവൺമെന്റ് സപ്ലൈ ആയാലും പ്രൈവറ്റ് സപ്ലൈ ആയാലും ഈ രണ്ട് വാക്സിൻസ് ആണ് ഉള്ളത്. ഓക്കെ. സ്പുട്നിക് ഉടനെ തന്നെ അവൈലബിൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ ഒരു 3 ഇപ്പോ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി 2 ലോഞ്ച് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഒരെണ്ണം എത്രയും വേഗം തന്നെ നമുക്ക് അവൈലബിൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ഡോക്ടർ, അപ്പോൾ ഇതിൽ ഏതായിരിക്കും കൂടുതൽ എഫക്റ്റീവ്? നമുക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എനിക്ക് പറയാൻ പറ്റുന്നത്? കൂടുതൽ എഫക്റ്റീവ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം വാക്സിൻസ് എല്ലാത്തിന്റെയും ആ ഒരു മാനുഫാക്ചർ ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഒന്ന് തന്നെയാണ്, നമുക്ക് ഈ ഡിസീസിനെ ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ്. അത് ഞാൻ ചോദിക്കാൻ ഒരു കാരണമുണ്ട് ഡോക്ടർ. കാരണം വെച്ചാൽ ഇത് കോവിഷീൽഡ്, കോവാക്സിൻ ഇങ്ങനെ പല പേരുകൾ ഇറങ്ങുന്നതുകൊണ്ട് ഈ സാധാരണക്കാർക്ക് പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. ഇത് എന്തിൻ്റെയാണ്, എന്തുകൊണ്ടാണ് 2 പേരിൽ ഇറങ്ങുന്നത്? അതിനെന്താണ് ഡോക്ടർ പറയാനുള്ളത്? അതിപ്പോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോ പാരസെറ്റമോൾ എന്ന് പറഞ്ഞൊരു ഗുളികയെ പറ്റി അറിയാത്തവരായിട്ട് ആരും കാണുന്നില്ല. ലോകത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഏറ്റവും സാധാരണക്കാർക്ക് വരെ അറിയാൻ പറ്റുന്ന ഒരു പേരുള്ള ഒരു ഗുളികയാണ് പാരസെറ്റമോൾ. ഇപ്പൊ ഡോളോ 650 എന്ന് പറഞ്ഞാലും പാരസെറ്റമോളാണ്. പാരസെറ്റമോൾ 500 എന്ന് പറഞ്ഞാലും പാരസെറ്റമോളാണ്. അതായത് പല കമ്പനികൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരേ സാധനത്തിന്റെ പേര് വ്യത്യാസപ്പെടുന്നു. ഇപ്പം കൊക്കക്കോളയും പെപ്സിയും രണ്ടിനും ടേസ്റ്റ് ഒരുപോലെ തിരിക്കും. പക്ഷെ 2 കമ്പനികൾ അത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ 2 പേരിൽ അതിനെ ബ്രാൻഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം കോവിഷീൽഡ് ആയാലും കോവാക്സിൻ ആയാലും രണ്ടും ബേസിക്കലി കൊറോണക്കെതിരെയുള്ള വാക്സിനാണ്. 2 കമ്പനികൾ അല്ലെങ്കിൽ 2 മാനുഫാക്ചേഴ്സ് അത് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പേര് അവർ നൽകുന്നു, അത്രേ ഉള്ള ഒരു വ്യത്യാസം. ഇതിൽ ഏതാ ബെറ്റർ ഏതാ വേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം രണ്ടും 2 രീതിയിലായിട്ടുള്ള നമുക്ക് പ്ലസും മൈനസും ഒക്കെ ഉണ്ട്. ശരി. അപ്പോൾ ഏത് വാക്സിൻ ആയാലും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അവസരം കിട്ടുന്ന സമയത്ത് വാക്സിൻ സ്വീകരിക്കുക, ഇതാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യമൊക്കെ ഭയങ്കര വിമുഖതയായിരുന്നു ആൾക്കാർ വാക്സിൻ എടുക്കാൻ. ഇതിനെന്തെങ്കിലും പറ്റുമോ, മരിച്ചു പോവോ, അവിടെ ഇങ്ങനെ കുറെ ഫേക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആർക്കും വേണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ വാക്സിൻ്റെ ഒരു ഗുണങ്ങൾ ആൾക്കാർ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈ കോവിഡ് മൂലം സംഭവിക്കാവുന്ന കാര്യങ്ങളെപ്പറ്റി ആൾക്കാർക്ക് ഒരുപാട് അവയർനെസ് ഉണ്ടായപ്പോൾ ആൾക്കാർക്ക് വാക്സിൻ എടുക്കാൻ ഭയങ്കര താല്പര്യം കാണിച്ചു തുടങ്ങി. അതിനുശേഷം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്ര തിരക്കിലേക്കൊക്കെ പോയി വാക്സിൻ സെന്ററിൽ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം തിരക്ക് കാണിക്കുന്നതിലും നല്ലത് നിങ്ങൾക്കൊരു അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും പോയി വാക്സിൻ എടുക്കുക. അതേ ഉള്ളൂ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ വാക്സിൻ എടുത്തെന്ന് പറഞ്ഞാലും 100% പ്രൊട്ടക്ഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ, ഞാൻ ഡൗട്ട് ചോദിച്ചിട്ടോ, നമുക്കിപ്പോ 2 ഡോസാണ് നിലവിൽ ഇപ്പൊ കൊടുക്കുന്നത് നമുക്ക്. അപ്പോൾ ഈ ഫസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം പോസിറ്റീവ് ആകുന്ന പല പേഷ്യൻസും ഉണ്ട്. അപ്പോൾ അതിനുശേഷം അവരുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് ഡോസ് എടുത്തു, അവർക്ക് പോസിറ്റീവായി, അതിനുശേഷം അത് റിക്കവറായി, അവർ നെഗറ്റീവായി, പിന്നീട് അവർ വീണ്ടും ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് എടുക്കണോ അതോ ഇനി സെക്കൻഡ് ഡോസിലേക്ക് നേരെ പോയാൽ മതി? ഇത് ഒരുപാട് പേര് എന്നെയും പേഴ്സണലി വിളിച്ച് ചോദിക്കാറുള്ള സംശയമാണ്. കാരണം കോവിഡ് ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്ത ഒരാൾ പോസിറ്റീവ് ആയി കഴിഞ്ഞ് ഇത്ര ദിവസം കഴിയുമ്പോൾ ആൾ നെഗറ്റീവ് ആവും. നെഗറ്റീവ് ആയതിനു ശേഷം വീണ്ടും ഫസ്റ്റ് ഡോസ് തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ഡോസ് കണ്ടിന്യൂ ചെയ്താൽ മതി. ഓൾറെഡി ഫസ്റ്റ് ഡോസ് എടുത്ത ഒരാൾ പോസിറ്റീവായി നെഗറ്റീവ് ആയതിനു ശേഷം സെക്കൻഡ് ഡോസ് കണ്ടിന്യൂ ചെയ്താൽ മതി. പക്ഷേ ആ സെക്കൻഡ് ഡോസ് എടുക്കാൻ എത്ര സമയം, അതാണ്. അപ്പോൾ 90 days ആണ് ഇപ്പോഴത്തെ പ്രോട്ടോകോൾ പറയുന്നത്. 3 മാസത്തെ ഗ്യാപ്പിന് ശേഷം ആ പോസിറ്റീവായ ആൾ സെക്കൻഡ് ഡോസ് എടുത്താൽ മതിയാവും. അതുപോലെ തന്നെ വാക്സിൻ എടുക്കാത്ത ഒരാൾ പോസിറ്റീവായി എന്ന് വെക്കുക, ആ വാക്സിൻ എടുത്തിട്ടില്ല, പോസിറ്റീവായി, നെഗറ്റീവ് ആയതിനു ശേഷം അദ്ദേഹവും അല്ലെങ്കിൽ ആ ആൾ 3 മാസം 90 days ശേഷമാണ് വാക്സിൻ സ്വീകരിക്കേണ്ടത്. പോസിറ്റീവായ ഒരാൾ വീണ്ടും പോസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓൾറെഡി വന്നു പോയി എന്ന് വിചാരിച്ച് ഇനി വരില്ല എന്നുള്ളൊരു ചിന്ത ആർക്കും വേണ്ട. കാരണം വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പോസിറ്റീവായ ഒരാളാണെങ്കിൽ പോലും 90 ദിവസത്തിന് ശേഷം അവർക്ക് അവസരം ലഭിക്കുമ്പോൾ വാക്സിൻ എടുക്കുക. അതിനുശേഷം നിശ്ചിത ഗ്യാപ്പിൽ സെക്കൻഡ് ഡോസും എടുത്ത് വാക്സിനേഷൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. ഡോക്ടർ, ഞാൻ അതുപോലെ ചോദിച്ചോട്ടെ, എന്ത് ടൈപ്പ് ആൾക്കാരാണ് കൂടുതലും റിസ്കിലുള്ളത്? മീൻസ് ഈ കോവിഡ് ഏത് ടൈപ്പ് ഓഫ് രോഗങ്ങളുള്ള ആൾക്കാരാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്? പ്രധാനമായിട്ടും ലങ്ങിനെയാണ് കോവിഡ് വൈറസ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ലങ്സിനെയാണ്. അപ്പോൾ ലങ് ഡിസീസസ്, അതുപോലെ ഈ ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സം, പിന്നെ സ്മോക്കേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ കോവിഡിന് അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. നമ്മൾ സൂക്ഷിക്കേണ്ട രീതിയിൽ നമുക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ ഇപ്പോൾ ലങ്സിൻ്റെത് ഞാനൊരു എക്സാമ്പിൾ, കാരണം ഏറ്റവും കൂടുതൽ ലങ്സിനെയാണ് കോവിഡ് വൈറസ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് ഉള്ളവർ, കിഡ്നിയുടെ പ്രശ്നങ്ങളുള്ളവർ, ദൈനംദിന ജീവിത രോഗശയ അങ്ങനത്തെ പ്രശ്നം, BP, ഷുഗർ, അങ്ങനെയുള്ള ആൾക്കാർ, ഇവരൊക്കെ ഇതിൻ്റെ റിസ്കിൽ പെടുന്ന ആൾക്കാരാണ്. അങ്ങനെ ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു സാധാരണ ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ ആണെങ്കിലും
കോവിഡ് വൈറസ് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട ചികിത്സ ലഭ്യമാക്കിയില്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം തന്നെ വലിയ രീതിയിൽ എഫക്റ്റഡ് ആവുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇത് വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ഒക്കെ വരെ എത്തി നിൽക്കുകയാണ്. ഭയങ്കര ഡേഞ്ചർ, അതിലേക്ക് നമുക്ക് വരാം ഡോക്ടർ. അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അവയവവുമായി ബന്ധപ്പെട്ട അസുഖമുള്ള ആൾക്കാർ നല്ല രീതിയിൽ കെയർ ചെയ്യണം. അങ്ങനെയുള്ളവർ വേണം വാക്സിനേഷൻ ആദ്യം സ്വീകരിക്കും. പലരുടെയും വിചാരം ഇപ്പൊ എനിക്കൊരു ഹാർട്ടിന് പ്രശ്നമുണ്ട്, അപ്പൊ വാക്സിൻ എടുത്താൽ പ്രശ്നമാകുമോ എന്നൊരു വിചാരമുണ്ട്. ആക്ച്വലി അങ്ങനെ അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉള്ളവർ വേണം ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത് വാക്സിൻ ഫസ്റ്റ് സ്വീകരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരോട് ഫസ്റ്റ് വാക്സിൻ അവർ ഇനിയും മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ മടിച്ചു നിൽക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവർ എത്രയും പെട്ടെന്ന് വാക്സിൻ സ്വീകരിക്കണം. കാരണം അവർക്ക് ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു കണ്ടീഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവർ എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ എങ്ങനെയുള്ള ആൾക്കാർ എടുത്തുകൂടാ വാക്സിൻ? അതായത് ചില ടൈപ്പ് ഓഫ് പേഷ്യൻസ് കാണുമല്ലോ, എടുക്കാൻ പറ്റാത്ത രോഗങ്ങളുള്ള ആൾക്കാർ. അത് എന്ത് ടൈപ്പ് ഓഫ് രോഗങ്ങളുള്ള ആൾക്കാരാണ് എടുക്കരുതെന്ന് പറയുന്നത്? വാക്സിനേഷൻ നമ്മൾ ഇനീഷ്യലി കേരളത്തിൽ ഫസ്റ്റ് വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 16. ഓക്കെ. ആ സമയത്ത് നമുക്ക് കിട്ടിയിരുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, അങ്ങനെ ഒരു പിന്നെ ഈ മരുന്നിനോട് അലർജി ഉള്ള ആൾക്കാർ, അങ്ങനെ ഒരു സെറ്റ് ഓഫ് നമ്മൾ അതുപോലെ ഈ കോവിഡ് പോസിറ്റീവ് ആയ ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് നമ്മൾ വാക്സിൻ എടുക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഗർഭിണികൾ വാക്സിൻ നിർബന്ധമായിട്ട് എടുക്കണം എന്നാണ്. മുലയൂട്ടുന്ന അമ്മമാർക്ക് വാക്സിൻ എടുക്കാം. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ എടുക്കാം. വാക്സിൻ എടുക്കാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് മരുന്നിനോട് അലർജി ഉള്ള ആൾക്കാർ, അതും സിവിയർ ആയിട്ടുള്ള ഡ്രഗ് അലർജി ഉള്ള ആൾക്കാരെ നമ്മൾ ഇപ്പോഴും മാറ്റി നിർത്തുന്നുണ്ട്. കാരണം ഒരുപക്ഷെ ചിലപ്പം ഈ ഒരു വാക്സിൻ എടുക്കുമ്പോൾ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാം എന്നുള്ളൊരു സാധ്യത മുന്നിൽ നിർത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ചെറിയ രീതിയിലുള്ള മരുന്നിനോടൊക്കെ അലർജി ഉള്ളവരെയൊക്കെ നമ്മൾ വാക്സിൻ എടുത്തിട്ടുണ്ട്. അവർക്കൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത രീതിയിൽ അത് സക്സസ്ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും അസുഖം ബാധിച്ച് ICUയിൽ ഒരു അഡ്മിറ്റ് ആയ ഒരു പേഷ്യന്റ്, അവർക്ക് ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മൾ വാക്സിൻ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടൊരു ഇൽനെസ്, ഒരു അസുഖം വന്ന ഒരാൾക്ക് ഒന്ന് റിക്കവർ ആയ ഒരു 15 ദിവസത്തെ ഗ്യാപ്പ്. പിന്നെ ഈ സിവിയർ ഡ്രഗ് അലർജി ഉള്ളവർ, ഇങ്ങനെയുള്ളവർ മാത്രമേ മാറ്റി നിർത്തുന്നുള്ളൂ. ബാക്കി 18 വയസ്സിന് മുകളിൽ പ്രായമായ എല്ലാവർക്കും, ഗർഭിണികളായാലും മുലയൂട്ടുന്ന അമ്മമാരായാലും ഇത് നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ടിന് അസുഖമുള്ളവരായാലും കിഡ്നി അസുഖമുള്ളവരായാലും ഇവർക്കൊക്കെ വാക്സിൻ എടുക്കണം. അതിന് യാതൊരു വിധ ബുദ്ധിമുട്ടും. പിന്നെ ഡോക്ടർ, ഞാൻ ചോദിച്ചോട്ടെ, ഈ വാക്സിൻ എടുക്കുന്ന ആൾക്കാർ മേ ബി ഇനി ഭാവിയിൽ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഓവർകം ചെയ്ത് വരാനുള്ള ചാൻസസ് എത്രമാത്രമാണ്? വാക്സിൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 100% നമ്മൾ പ്രിവെൻഷൻ അല്ല ഉദ്ദേശിക്കുന്നത് ഈ കോവിഡ് വൈറസിൽ നിന്ന്. 100% പ്രിവെൻഷൻ എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാം SMS പാലിക്കുക എന്നുള്ളതാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക് ഉപയോഗിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, ഇത് തന്നെയാണ് അതിനുള്ള ഒരു പ്രതിവിധി. വാക്സിൻ കൊണ്ട് നമ്മളൊരു പരിധി വരെ നമ്മൾ ഈ ഒരു വൈറസിൽ നിന്ന് പ്രൊട്ടക്ഷനെ നമ്മൾക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഒരു വാക്സിൻ എടുത്ത ഒരാൾ 2 ഡോസും എടുത്ത ഒരാൾ പോസിറ്റീവ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു നോർമലായിട്ടുള്ളൊരു വാക്സിൻ സ്വീകരിക്കാത്ത ഒരാൾ എത്രത്തോളം വൾണറബിൾ ആണോ, പക്ഷെ അതിനെക്കാട്ടിൽ വളരെ കുറച്ച് ശതമാനം മാത്രമേ വാക്സിൻ എടുത്ത ഒരാൾക്ക് വരാനുള്ള സാധ്യതയുള്ളൂ. വന്നാൽ തന്നെ റിക്കവറി എളുപ്പമാവുന്നത് വാക്സിൻ സ്വീകരിച്ച ഒരാൾക്കായിരിക്കും. വാക്സിൻ സ്വീകരിച്ച ഒരാളുടെ റിക്കവറി എളുപ്പമായിരിക്കും. അതായത് മരണത്തിലേക്ക് പോവില്ല. അതായത് നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ അതിന്റെ സിവിയറിറ്റി കുറവായിരിക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിനെ അത് ബാധിക്കുന്ന അളവ് കുറവായിരിക്കും. മരണത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ, അതായത് ചുരുക്കം, അതായത് 0.001% പറയുന്നുള്ളൂ. കാരണം വാക്സിൻ എടുത്തതിന് ശേഷം കോവിഡ് പോസിറ്റീവ് ആയിട്ട് സിവിയർ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് വളരെ ചുരുക്കം കേസുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. പിന്നെ ഡോക്ടറെ ചോദിച്ചിട്ട് മെയിൻ ആയിട്ടുള്ള സിംറ്റംസ്, അതായത് ഇപ്പം തൊണ്ടയ്ക്ക് ഒരു ചെറിയ വേദന വന്നാൽ പോലും ഇപ്പോൾ എല്ലാവർക്കും കോവിഡ് ആണോ എന്നൊരു പേടി. ഇപ്പോൾ മേ ബി തണുത്തോളം കുടിച്ച് തൊണ്ടയ്ക്ക് വേദന വന്നാൽ പോലും പിന്നീട് നമ്മൾ ചിന്തിക്കും, അയ്യോ കോവിഡ് ആണോ, എൻ്റെ ഏതെങ്കിലും കോൺടാക്ട് ത്രൂ എനിക്ക് വന്നതാണോ എന്നുള്ളൊരു ടെൻഷൻ. അപ്പോൾ അത് എന്താണ് മെയിൻ സിംറ്റംസ് കോവിഡിൻ്റെ? ഞാൻ ഇവിടെ ഒരു വീട്ടിൽ വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ വെള്ളം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ചോദിച്ചു തണുത്ത വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ തണുത്ത വെള്ളം ഞങ്ങൾ വെക്കാറില്ല. ഞാൻ ചോദിച്ചു അതെന്ത് പറ്റി? ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിക്കാറില്ല, തണുത്ത വെള്ളം ഉപയോഗിച്ചാൽ തൊണ്ടവേദന വരും, കോവിഡ് വരാം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. ഈ തൊണ്ടവേദന എന്ന് പറയുന്നത് കോവിഡിന്റെ ലക്ഷണമാകാം, അല്ലാതെ നോർമലി ഞാൻ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് തൊണ്ടവേദന വന്നപ്പോൾ കോവിഡ് അല്ലായിരുന്നു. നമുക്ക് കോവിഡ് വന്നതിന് ശേഷം തൊണ്ടവേദന വന്നാൽ അത് കോവിഡ് ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. കോവിഡിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. പനിയാവാം, തൊണ്ടവേദന, ജലദോഷം, മൂക്കടപ്പ്, തുമ്മൽ, ശരീരവേദന, തലവേദന,
വയറിന് അസ്വസ്ഥത ഉണ്ടാവാം. ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷണങ്ങൾ കോവിഡിനുണ്ട്. പക്ഷേ ഈ വരുന്ന ലക്ഷണങ്ങൾ എപ്പോഴും കോവിഡ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ 2 അതിലധികം ദിവസത്തിന് മുകളിലായിട്ട് നമ്മൾക്ക് നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ വൈദ്യസഹായം തേടുക. അത്രയും നമുക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഈ ലക്ഷണങ്ങൾ കോവിഡ് ആവാം. അപ്പോൾ നോർമലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു മേൽപ്പറഞ്ഞ ബുദ്ധിമുട്ടുകളുമായിട്ട് നമ്മളൊരു ആശുപത്രി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരത് ആദ്യം തന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും. കോവിഡ് ടെസ്റ്റ് ചെയ്ത് കോവിഡ് അല്ല എന്നവർ ആദ്യം ഉറപ്പുവരുത്തും. എന്നിട്ടേ അവരതിനെ സാധാരണ ഒരു ഫ്ലൂ ആയിട്ടോ അല്ലെങ്കിൽ വൈറൽ ഫീവർ ആയിട്ടോ അതിനെ കാറ്റഗറൈസ് ചെയ്ത് അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് തരുള്ളൂ. അപ്പൊ ചെയ്യേണ്ടത് നമ്മൾ സ്വയം ഇതാണ് എന്ന് വിചാരിക്കാതെ നമ്മൾ വേണ്ട മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു സിംറ്റംസ് കോവിഡിന്റെ ആവാം, അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പം തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും അതെ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും കോവിഡ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അത് നമ്മൾ പ്രോപ്പറായിട്ട് സ്ക്രീൻ ചെയ്യാന്നുള്ളതാണ് അതിന്റെ കാര്യം. നമുക്കൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, പിന്നെ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന്റെ മുൻ ദിവസങ്ങളിൽ നമ്മൾ കോവിഡ് വന്ന ആരെങ്കിലും ഒരു സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ട്രാക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ അതിനെ ഒരു കാറ്റഗറൈസ് ചെയ്യാൻ. അല്ലാതെ ഒരു ദിവസം നമ്മളിപ്പം രാത്രി കുറച്ച് തണുത്തോളം കുടിച്ച് AC ഇട്ട് കിടന്നു, പിറ്റേ ദിവസം രാവിലെ തൊണ്ടവേന അയ്യോ കോവിഡ് ആണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് സ്ക്രീൻ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഡോക്ടർ ഞാൻ ചോദിച്ചോട്ടെ, ഈ Delta 1, Delta 2 അങ്ങനെ പല വേരിയൻസ് കോവിഡ് തന്നെ വരുമെന്ന് പറയുന്നു. ഇതൊക്കെ ഒരു മിഥ്യയാണോ അതോ ഒരു മിത്താണോ? അല്ല, കാരണം നമ്മളിപ്പം ഏതൊരു വൈറസ് ആണെങ്കിലും അതിന് മ്യൂട്ടേറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ട്. അതായത് ഇപ്പോൾ ആന്റിബയോട്ടിക്കിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ബാക്ടീരിയകൾ നമ്മളിപ്പം ആദ്യം കൊടുത്തുകൊണ്ടിരുന്ന മരുന്നുകൾ ബാക്ടീരിയനെ നശിപ്പിച്ചുകൊണ്ടിരുന്നു. ശരി. ഒരു പരിധിക്ക് ശേഷം അത് ഉപയോഗിച്ച് തുടർന്നുകൊണ്ടിരുന്നതിന് ശേഷം ആ ബാക്ടീരിയകൾ അതിനോട് റെസിസ്റ്റന്റ് ആയി അത് അതിനെ ഓവർകം ചെയ്യാൻ പഠിച്ചു. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വൈറസും മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. ആന്റിബോഡീസ് പോലെ തന്നെ. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന വൈറസിൽ നിന്നും മാറി അതിന്റെ ജനിതക ഘടനകളിൽ മാറ്റം വന്നിട്ടാണ് ഇപ്പൊ ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ വൈറസിലാണ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എത്തി നിൽക്കുന്നത്. അത് അതിഭീകരമായ ഒരു അവസ്ഥയാണ്. നമുക്കത് അറിയാം. കാരണം അങ്ങനത്തെ ഡെൽറ്റ പ്ലസ് വൈറസിന്റെ സാന്നിധ്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്ക് റിക്കവറി എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ലങ്സിനെ ടോട്ടലി ഡിസ്ട്രക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ വകഭേദങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ എങ്ങനെയും ഇതിൽ നിന്ന് രക്ഷപ്പെടുക. അതായത് രക്ഷപ്പെടുക എന്ന് വെച്ചാൽ ഇത് വരാതെ ശ്രമിക്കുക. അതേ ഉള്ളൂ നമുക്കൊരു കാരണം. ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു വേരിയന്റ് ഉണ്ട്. അത് മ്യൂട്ടേഷൻ സംഭവിച്ച വൈറസാണ്. ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന അതേ സ്ട്രെങ്ത്തിലല്ല വൈറസ് ഇപ്പോൾ നമ്മൾ അഫക്ട് ചെയ്തിരിക്കുന്നത്. വൈറസിനെ അഫക്ട് ചെയ്യുന്ന ആ ഒരു സ്ട്രെങ്ത് കൂടിയിരിക്കുകയാണ്. അപ്പം അത് നമുക്ക് മരുന്നുകൾ ഉപയോഗിക്കേണ്ട എണ്ണം കൂടുന്നുണ്ട്, സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം വരാതെ ശ്രമിക്കുക, അത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിനിയും വീണ്ടും മ്യൂട്ടേഷൻ സംഭവിക്കാം. ഡെൽറ്റ പ്ലസ് കൊണ്ട് നിൽക്കണമെന്നില്ല, വീണ്ടും മ്യൂട്ടേഷൻ സംഭവിക്കാം. വൈറസ് സ്ട്രോങ് ആവുന്നു, നമ്മളും അതുപോലെ സ്ട്രോങ് ആയാൽ പറ്റും. പിന്നെ ഡോക്ടർ, ഈ തേർഡ് വേവ് വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിന് എത്രമാത്രം ചാൻസ് ഉണ്ട് കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തേർഡ് വേവിനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞു. കാരണം ഈ ഒരു സെക്കൻഡ് വേവ് കഴിഞ്ഞു. ഇപ്പം ഈ ഒരു പീരീഡ്, അതായത് ഇപ്പോൾ ഈ ഒരു ജൂൺ ജൂലൈ ഒരു സമയത്ത് പല സ്ഥലങ്ങളിലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇളവുകൾ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഒട്ടാകെ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു കിട്ടിയിരിക്കുന്ന ഈ ഒരു റെസ്ട്രിക്ഷൻസിലുള്ള ഒരു ഇളവുകൾ കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല എങ്കിൽ നമ്മൾ തന്നെയാണ് തേർഡ് വേവ് ആകാൻ പോകുന്നത്. കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ ആൾക്കാരൊക്കെ ഇപ്പം എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ് ആക്ച്വലി. കാരണം നമ്മൾ നമ്മുടെ വർക്ക് ഫ്രം ഹോം ആണ്, നമ്മൾ പുറത്തിറങ്ങുന്നില്ല, ഇന്ററാക്ഷൻ ഇല്ല, സോഷ്യൽ ആക്ടിവിറ്റീസ് ഇല്ല, നമുക്കൊരു എന്റർടൈൻമെന്റ് ഇല്ല, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതിരിക്കുകയാണ്. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർ ഉണ്ട്. എന്നാലും ഈ കുറെ ആൾക്കാർ ഈ വിനോദയാത്രകളൊക്കെ, അതായത് റൈഡുകളൊക്കെ പോകുന്ന ഒരുപാട് ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട്. അപ്പൊ അതിങ്ങനെയുള്ളവരൊക്കെ പലരും പറയുന്നത് തേർഡ് വേവ് വരുന്നതിന് മുമ്പ് നോർത്തിലേക്ക് അല്ലെങ്കിൽ ലേ ലഡാക്ക് മണാലിയൊക്കെ പോകണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് തേർഡ് വേവ്. നിങ്ങൾ അങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ നിങ്ങളാണ് തേർഡ് വേവ് ആയിട്ട് തിരിച്ചു വരുന്നത്. അത് നിങ്ങൾ ഇപ്പം നമുക്ക് ഈ ഇളവുകളൊക്കെ തന്നിരിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്ത് നമ്മൾ റിസ്ക് എടുക്കാത്ത ഒരു സാഹചര്യത്തിൽ പോയി കാര്യങ്ങളൊക്കെ ഓക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉള്ളതും നമുക്ക് വേണ്ടി തന്നെയാണ്, ഈ ഇളവുകൾ തരുന്നതും നമുക്ക് വേണ്ടി തന്നെയാണ്. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. ഇപ്പൊ പല ഷോപ്പുകളിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ, ഇപ്പൊ പല ഇപ്പൊ കേരളത്തിൽ പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യത്തിൽ കേരളത്തിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. കാരണം വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നും അങ്ങനെ നമ്മൾ ഓപ്പൺ സ്റ്റിൽ ക്ലോസ്ഡ് ആണ്. പക്ഷെ ബാക്കി സംസ്ഥാനങ്ങൾ നോർത്തിലൊന്നും അതല്ല അവസ്ഥ. ഇപ്പം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ അറിയാം, എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങൾ അതുപോലെ ഓപ്പൺ ആയിട്ടുണ്ട്.
എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അത് അസാമാന്യ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പലയിടത്തും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ട്രാഫിക് ബ്ലോക്കുകളാണ് ഉണ്ടാവുന്നത്. ഈ വിനോദസഞ്ചാരികൾ സ്ഥലങ്ങൾ കാണാനും അവർക്കും ആ ഒരു ഫ്രസ്ട്രേഷൻ. പക്ഷെ അവർ മനസ്സിലാക്കണം, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കാര്യമില്ല, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറണം. നമുക്ക് ആ ഒരു വിവേചന ബുദ്ധി നമുക്ക് മനുഷ്യന്മാർക്കുണ്ട്. അപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞ് നമ്മളത് പെരുമാറിയില്ലെങ്കിൽ തേർഡ് വേവ് നമ്മൾ തന്നെയാണ്. തേർഡ് വേവിന്റെ കാര്യത്തിൽ അപ്പോൾ ഒരു സംശയവും വേണ്ട.